ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ നന്ദു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഞാൻ ലവനും കൂടെ ഒന്ന് ബ്രൗണി ഉണ്ടാക്കാൻ പോവുക. ആൻഡ് കോമഡി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ എക്സാം ഉണ്ട്, ലവനും നാളെ എക്സാം ഉണ്ട്. ഞാൻ വൈകിട്ട് 3:30 എണീറ്റിട്ട് ഇനി എന്തോ പഠിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. രാത്രി മൊത്തം ഉണ്ടല്ലോ, തീരെ അടിക്കും. നാളെ ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ലവന് ഉച്ച വരെ എക്സാം ഉണ്ടായിരുന്നു, അവന് നാളെ എക്സാം ഉണ്ട്. എന്നാലും ഞങ്ങൾ ബ്രൗണി ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ഫുള്ള് മറ്റേ ന്യൂസ് പേപ്പർ ഇടണം, അല്ലെങ്കിൽ ഉറുമ്പ് വരും. ഈ സൈഡിൽ അയൺ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഉറുമ്പ് വന്നാൽ ആ മരുന്ന് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ ഇടണം. നമ്മൾ ഈ ചെറിയ പണ്ടത്തിന് ഒരു വലുതും കൂടെ വേണം. അപ്പോൾ ഇതെടുക്കും. രണ്ടിൽ വെച്ചാൽ ഒരുപോലെ അല്ലേ? ഐ ഗസ് ഇറ്റ്സ് സെയിം. ഞങ്ങളുടെ റെസിപ്പി സെറ്റ്, പക്ഷെ ഇതിന് കൊളായ എന്തിരി എങ്ങനെ ശരിയാക്കും? ഓ, എക്സ്പേർട്ട് കുക്കിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പണി വലുതായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ പണി അറിയാം. അതുകൊണ്ട് ഓക്കെ എനിക്ക് ചെറുതായിട്ട് ബേക്ക് ചെയ്യാൻ അറിയാം. ആക്ച്വലി എനിക്ക് ആകെ അറിയാവുന്ന ആ പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി നൂഡിൽസ് വയ്ക്കാൻ പോലും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ബേക്ക് ചെയ്യാൻ ചെറുതായിട്ട് അറിയാം. യെസ്, വെയിറ്റ്. ആണോ? അതാ തട്ടും ഇവിടെ മധുരം വീണ അമ്മ അടിക്കും. ആയോ വെളിവില്ലാത്തോളെ എനിക്കിങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ആക്രാന്തമല്ല, എനിക്ക് ഇതിന്റെ പക്ക ബിറ്റർനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ടേപ്പാണെന്നുള്ളത് പൊട്ടിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് തരാം. നമ്മൾ കുറെ നേരം ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചായിരുന്നു ആക്ച്വലി. നീ ഇത് ചോക്ലേറ്റ് തന്നെ വെട്ടുന്ന അവസാനം കട്ടിംഗ് ബോർഡ് പൊട്ടിപ്പോയിട്ട് എനിക്ക് അമ്മേനെ തടിയിട്ടു. എന്തോ ഈ പഞ്ചസാര എന്താ ഷുഗർ? ആക്ച്വലി ഞങ്ങൾ കണ്ട വീഡിയോയിൽ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് മെൽറ്റ് ചെയ്യണം, ലൈക്ക് ഒറ്റ സ്ട്രെച്ചിൽ മെൽറ്റ് ചെയ്തതിന് പകരം എടുത്ത് ലൈക്ക് എടുക്കണം, സ്റ്റർ ചെയ്ത് കൊടുക്കണം, അങ്ങനെ അതേ പറയുന്നു. അപ്പം നമുക്ക് അങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടില്ലടാ. ഞങ്ങളുടെ ചോക്ലേറ്റ് ഇവിടെ ഓൾ സെറ്റ് ആയിട്ട് ഞങ്ങൾ ഇനി അടുത്ത മറ്റേ ഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാം. ലൈക്ക് എന്തുവാ മറ്റേ ഷുഗറും എഗ്ഗും ഒക്കെ മിക്സിങ്ങിന് പോവാം. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കും. അപ്പൊ ഇതിന്റെ യെല്ലോ യോക്ക് പൊട്ടാണ്ട് പൊട്ടിക്കാൻ പറ്റും. അയ്യേ, ഞങ്ങളുടെ പ്ലാൻ ഈസ് ദാറ്റ് ഇവൻ ബീറ്റ് ചെയ്യും, ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. തിരക്കിയല്ലേ മിസ്സാണ്. അബി അത് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് മൈദ ആണ്. മൈദ എനിക്ക് അറിഞ്ഞോളൂ. അപ്പം നീ ഇപ്പോൾ എടുക്കുക, ഞാൻ ഇവിടെ കൊക്കോ കോള എടുക്കാം ഗ്ലാസ്സിലെടുത്തിട്ട്. നമുക്ക് സമോസ കഴിക്കാം. ഇത് എൻ്റെതാ, ലവൻ കഴിക്കാൻ പോകും. ഇത് ഇന്നലെ ഇവിടെ ഉണ്ടാക്കിയത്. ഇന്നലെ അമ്മ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇന്നലെ കുറച്ചുണ്ടാക്കി ബാക്കി.
പിന്നെയും താഴ്ക്കും. ഓ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഓ പിന്നെ ചോക്ലേറ്റ്. അയ്യോ ചോക്ലേറ്റ് ഷുഗർ മനസ്സിലാവാണ്ട്. അല്ല ഫുള്ള് ഫുള്ളല്ലേ എടുത്ത് ഫോൾഡ് ചെയ്താ പോലെ. ലംസ് ഇല്ലല്ലോ, അപ്പൊ ബീറ്റ് ചെയ്യണ്ടല്ലോ. ഇതൊന്ന് നോക്ക്. ഹൗ ചോക്ലേറ്റ് ഇറ്റ് ഈസ്. നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈസ് ദാറ്റ് ഇവിടുത്തെ ബേക്ക് ചെയ്യുന്ന സാധനം കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസം ബേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല ഇടിവെട്ടി. എനിക്കിത് സ്പാർക്ക് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ എർത്തിങ് പോയി. അപ്പോൾ അത് ശരിയാക്കാൻ ആൾ വന്നിട്ട് എന്തോ ഉണ്ട്. അപ്പോൾ അത് സമയമെടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ മൈക്രോവേവിൽ ചെയ്തോളൂ. മൈക്രോവേവിൻ്റെ പ്രശ്നം ഇവിടെ കേക്ക് ട്രേ മൈക്രോവേവിൽ വെക്കത്തില്ല. അപ്പോഴത്തേക്ക് സ്പാർക്ക് വരും. അതുകൊണ്ട് ഗ്ലാസ്സുള്ള മൈക്രോവേവ് സേഫായിട്ടുള്ള ഗ്ലാസ് പാത്രങ്ങളെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിലേത് വെക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് ചെറുത് വെച്ചാൽ കറക്റ്റ് കിട്ടും, വലുത് വെച്ചാൽ തിക്നെസ് കൂടിപ്പോകും ബ്രൗണിക്ക്. അപ്പോൾ ഇനി അത് ശരിയാക്കാം. ചെറുത് രണ്ടെണ്ണം വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു നോക്കാം. ബട്ടർ ഫുള്ള് അതിലങ്ങ് എടുത്തിട്ടില്ലേ നമ്മൾ. ഇതിൽ ലൈക്ക് ബട്ടർ പേപ്പറിൽ ഗ്രീസ് ചെയ്യാൻ വെച്ചില്ലല്ലോ. അപ്പോൾ അമ്മയുടെ ബട്ടർ മറ്റേ ടിന്നി ഇരിപ്പുണ്ടാവുമല്ലോ. മറ്റേ ടിന്നി വെച്ചേക്കുന്ന ബട്ടർ ഉണ്ടല്ലോ, സോൾട്ടഡ് ബട്ടർ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവോടാ, നോക്കാം. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഞാൻ പിന്നെ വിയർക്കാത്തോണ്ട് കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് പോയാ എനിക്ക് നാളെ എക്സാം തന്നെ. എനിക്ക് നാളെ എക്സാം ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ എസ്സേലൊക്കെ ബ്രൗണി സ്റ്റോറീസ് എഴുതി വെക്കാലോ. പക്ഷെ എന്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് നാളെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അതുപോലെ പൊട്ടിയാ ഞാൻ പിന്നെ എങ്ങനെ വീട്ടിൽ കയറൂടാ? നടക്കേടാണ്. നീയും പൊട്ടു. ഒന്നരക്ക് പിന്നെ പൊട്ടിയ കുഴപ്പമില്ലല്ലോ, എന്നും പൊട്ട തന്നല്ലോ. അയ്യാ 10 മിനിറ്റ് പ്ലേറ്റ് ചെയ്യണം, 5 മിനിറ്റ് ചെയ്യണം. ഇത് വെച്ചത് പോ. ഞാൻ മാത്രമല്ല, താനും കൂടെ തുടങ്ങിയല്ലേ. ഡിലീറ്റ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾ രണ്ട് ട്രേ ഒരുമിച്ച് ഓവനിലോട്ട് കയറ്റി. എൻ്റെ ദേഹം ഫുള്ള് ഇപ്പോൾ ചോക്ലേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ മറ്റേ എടുത്ത് ഒഴിച്ച സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ദേഹത്ത് ഫുള്ളായി, ഉടുപ്പിൽ മൊത്തമായി. കോമഡി എന്ന് വെച്ചാൽ ലവൻ ഇത് വെച്ചതും കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് മുങ്ങി. ഇത് എത്ര എൻ്റെ തലയിലായി. ഇതെങ്ങനെ ഞാൻ വൃത്തിയാക്കുമെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് കുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം തന്നെ എനിക്ക് കഴിവൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എനിക്ക് വലിയ പണിയെടുക്കണം. എനിക്ക് അമ്മ എന്നെ വന്ന് ഇപ്പം ചീത്ത കളിക്കും. ഇതിപ്പോൾ ഇന്ന് മറ്റേ മധുരമായതൊക്കെ എടുത്ത് കളയുള്ളൂ. ബാക്കി അമ്മ ചെയ്യുമായിരിക്കും. നാളെ എക്സാം ഉണ്ടെന്നൊരു പഠിച്ചേയില്ല. ദായ ഇല്ലെന്ന് കേട്ടോ, പക്ഷേ മേലെ മറ്റേ ക്രാക്കിങ് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ആയാ മതിയായിരുന്നു. ഇത് ഫുള്ള് ബോക്സസിലാക്കി. സോ ഇതിൻ്റെ റിവ്യൂവും ടെക്സ്ചറും ഞാനിപ്പോൾ പറയാം. ദിസ് തിങ്ങേഴ്സ് ഇതിൻ്റെ ടോപ്പ് നല്ല ക്രാങ്കി ആയിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ഇത് ക്രാക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ലോവർ പോർഷനിലോട്ട് നല്ല ചുയി ആയിട്ടുള്ള ബ്രൗണി. ആൻഡ് എനിക്ക് പേഴ്സണലി ചുയി ബ്രൗണി അല്ല ഇഷ്ടം. എനിക്ക് കുറച്ച് ഹാർഡ് ബ്രൗണീസാണ് കൂടുതൽ ഇഷ്ടം. ലൈക്ക് എനിക്ക് ചൂയി ആവുന്ന കേക്കി ടെക്സ്ചർ ഉള്ളതിനോട് താല്പര്യമില്ല. ആൻഡ് ദിസ് തിങ്ങേഴ്സ് ഓക്കെ അല്ലാണ്ട് ഭയങ്കര കിടിലം ബ്രൗണി അല്ല. സോ ബൈ, ഇന്നത്തെ വ്ളോഗോടെ എൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഇന്ന് ഞാനില്ല അവന് നോർമലി കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നീ ഫ്ലോപ്പ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. അല്ലാണ്ട് ഇതേ പെർഫെക്റ്റ് ആവത്തില്ല. ബിക്കോസ് അവന് കുറച്ചുകൂടെ അറിയാം. എനിക്ക് കുറച്ചെങ്കിലും ബേക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ, അല്ലാണ്ടുള്ള കുക്കിംഗ് എനിക്കറിയത്തില്ല. അവനാണ് അത്യാവശ്യം അറിയാവുന്ന. എന്നാലും ഞങ്ങൾക്ക് ആ പ്രോസസ്സ് ഇട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന പ്രോസസ്സ് രണ്ടുപേരും കൂടെ രസമാണ്. ടൈം പോകുന്ന അറിയത്തില്ല. ആ ഒരു സാധനം അല്ലാണ്ട്
അത്ര പക്ക പെർഫെക്റ്റ് അമ്മയൊന്നും ചെയ്യുന്ന പോലെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ കൂടുതലിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കൊണ്ട് എല്ലാം കൂടെ ഓവന് വെക്കും. ബിക്കോസ് എനിക്കതാണ് എളുപ്പം. ഞാൻ കോഫി ഒക്കെ കൊണ്ട് ഓവന് വെച്ചിട്ട് ഓവൻ ബ്ലാസ്റ്റൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓവൻ്റെ അകത്ത് വെള്ളം ഫുള്ള് ഇങ്ങനെ പൊട്ടിത്തെറിച്ച വെള്ളം ഫുള്ള് നൂഡിൽസൊക്കെ കൊണ്ട് ഓവന് വെച്ച് ഇതുപോലെ ബ്ലാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. എയർ ഫ്രയറിൽ ഓംലെറ്റ് കൊണ്ട് പൊട്ടിച്ച് വെച്ചിട്ട് അലൂമിനിയം ഫോയിലിൻ്റെ മേലായിരുന്നു ഓംലെറ്റിന് വേണ്ടി പൊട്ടിച്ച് വെച്ചത്. ആൻഡ് ഓംലെറ്റ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇളവി വരുന്നില്ല. ബിക്കോസ് ഇളക്കപ്പോഴത്തേക്ക് കൂടെ അലൂമിനിയം ഫോയിലും കൂടെ വരുന്നുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും അറിയാവുന്ന ബേക്കിങ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഈ സാധനത്തിനോടാണ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ്സ് ഇറ്റ്.